ഹലോ, ഇന്ന് ഞാൻ കുറച്ച് മാങ്ങ നാരങ്ങയൊക്കെ അച്ചാറിടാൻ അരിയാണ്. കണ്ടോ, മാങ്ങ ഈ കാലത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നാരങ്ങ, കയറി നാരങ്ങ 2 ഉണ്ട്. വെള്ളക്കിടാൻ ചുവപ്പിടാൻ നല്ലതാണ്. മാങ്ങ ഏകദേശം 1 കിലോ എടുത്തിട്ടുണ്ട്. ഞാൻ മാങ്ങ ഈ കാലത്തിൽ അരിഞ്ഞ് വയ്ക്കാൻ പോകും. ഞാൻ അരിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അച്ചാറിനൊക്കെ ഉമ്മ കേട്ടോ. ഞാനും അച്ചാറൊക്കെ ഇടും. ഞാനും ഉമ്മയുടെ രീതിക്ക് ഉമ്മ ഇടും, എൻ്റെ രീതിക്ക് ഞാൻ ഇടും. പിന്നെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരും കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കും. അതൊന്നും കാണാക്കണ്ട, അതൊക്കെ കൊടുത്തിട്ടൊക്കെ ഉള്ളതാണ്. ആദ്യം ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. മാങ്ങയും നാരങ്ങയും തൊലി കളഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്ത്, പക്ഷേ വീഡിയോ സെൻഡ് ആയില്ല. എങ്ങനെയോ ഓഫായിപ്പോയി. രണ്ടാമത് വീണ്ടും എടുക്കുക. പിള്ളേരൊക്കെ വരുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. ഫ്രണ്ടില് എപ്പോഴാണ്, അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ ഇടയ്ക്കൂടെ നടന്നു. നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും വീഡിയോ കാണണം. നാരങ്ങയും മാങ്ങയൊക്കെ വെള്ളത്തിൽ ചുവപ്പിനൊക്കെ അച്ചാറിടണം. ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. പിന്നെ നോമ്പ് വരുമല്ലേ, അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പം 7-8 ദിവസം കൂടെ ഉള്ളു നോമ്പ്. നാളെ 20. നമുക്കൊക്കെ പിന്നെ എല്ലാത്തിനും തർക്കമാണല്ലോ. പിറണ്ടാലല്ലേ അറിയത്തുള്ളൂ. വയ്യ, തൊണ്ടയൊക്കെ അടപ്പാം. തൊണ്ടയടപ്പും ചുമ. ഇപ്പം പനിയില്ല, പനി വരത്തില്ല. തൊണ്ട അടയുക, തലവേദന, ചുമ, സൗണ്ട് പോവുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പനി. ക്ഷീണം, തളർച്ച. ഞാനെനിക്ക് ഒരാഴ്ചയായിട്ട് അത് തന്നെ. ഇതൊക്കെ എന്തെങ്കിലും ഇവൻ്റെ അച്ചാറായിരുന്നു വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല. മാത്രമല്ല, അച്ചാർ ഇരുമ്പുള്ളിയൊക്കെ അച്ചാറിട്ട് തിരിപ്പുണ്ട്. അതൊക്കെ തീരെ അതെങ്ങനെയായിട്ട് മാങ്ങയുടെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞ് കൊത്തി അരിഞ്ഞ് ഉപ്പും പൊടിയും മുളകുപൊടിയും ഒക്കെ അങ്ങോട്ട് ഇളക്കി ആര് തിന്നണം. അപ്പം എന്ത് രസമറിയാമോ? ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? ചോറ് വെച്ച് മാങ്ങ ഉണ്ടെങ്കിൽ ഇതങ്ങോട്ട് നീളത്തിലങ്ങോട്ട് കീറിയിട്ട് 3-4 പീസ് എടുത്താലും കുറച്ച് കീറിയിട്ട് ഉപ്പ് പൊടിക്കകത്ത് പുരട്ടി കുറേ നേരം വയ്ക്കും. സാമ്പാരിമുളകും തല്ലിയിട്ട് അപ്പോൾ കുറേ നേരം ഉപ്പുളത്തിലിരിക്കുമ്പോൾ ആ മാങ്ങ ഒരുമാതിരി വെന്തതുപോലെയാകും. അന്നേരം ഞാനത് എടുത്തോണ്ട് ചോറ് മാങ്ങ ഇതും കടിച്ച് അങ്ങോട്ട് വാരി തിന്നും. അത് നല്ല രസമാണ്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ മാങ്ങയുടെയൊക്കെ മൂട്ടിച്ച് കണ്ണിമാങ്ങ അങ്ങോട്ട് വളർത്തിക്കൊണ്ട് വന്ന് കഴുകി അതങ്ങോട്ട് കീറി അതിനകത്ത് ആ കുരു കൊടുത്ത് കളഞ്ഞിട്ട് ഉപ്പ് മുക്കി അങ്ങോട്ട് കാടി ചെയ്യും. അതും നല്ല രസമാണ്. അങ്ങനെ ഈ മാങ്ങ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചക്കക്കുരു അങ്ങോട്ട് പൊളിച്ച് 4ആയിട്ട് കീറി മാങ്ങയൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ട് മുരിങ്ങയ്ക്കയും കൂടെ കണ്ടിച്ചിട്ട് പച്ചത്തേങ്ങ അരച്ച് അങ്ങോട്ട് കഴുകാറി വെച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ചോറും തിന്നാം. പിന്നെ ചക്കക്കുരു നല്ല കുരുകുരാന്ന് ചീവി അരിഞ്ഞിട്ട് മാങ്ങ അതുപോലെ ചീവി അരിഞ്ഞിട്ട് നമ്മൾ നെത്തോലി പീര വെക്കുന്ന പോലെ പീര വെക്കണം. ചക്കക്കുരു പീര കേട്ടിട്ടില്ലേ? അതും നല്ലതാണ്. അതാണ് മീൻ പീര വെക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കണം അതെല്ലാം ചക്കക്കുരു പീരയ്ക്ക് ചേർക്കാം. തോനെ മാങ്ങ കിട്ടുമ്പോൾ നമ്മളിത് അങ്ങോട്ട് അരിഞ്ഞ് ചീവിക്കാനും കുറച്ച് ഈ വെയിലത്തിട്ട് ഉണക്കി അടമാങ്ങയാക്കി വെക്കണം. മഴ സമയത്ത് നെത്തോലിയോ ചാളയൊക്കെ കിട്ടി അതിനകത്തിട്ട് കറി വെക്കാൻ കൊള്ളാം. അച്ചാറിടാൻ അടമാങ്ങ അച്ചാർ കിട്ടില്ലേ? ഞാനൊക്കെ ഇട്ട് വെക്കാറുണ്ട്. എൻ്റെ വാപ്പ ഉള്ളപ്പോഴേ, വാപ്പ കൃഷിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ കൃഷി ചെയ്ത് എല്ലാം നല്ലപോലെ ഉണക്കി പറക്കിയൊക്കെ വെച്ചിട്ട്
ഇടുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞു. ഇനി നമുക്ക് നാരങ്ങ അരിയണം. ഇനിയിപ്പം നാരങ്ങ അരിയും പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഫോൺ മോട്ടർ ഇടയ്ക്ക് നിർത്താൻ പോയതാണ്. സോറിയേ. പിന്നെ നമുക്ക് നാരങ്ങ അരിയാനല്ലേ. നാരങ്ങയുടെ ഭയങ്കര കുരുവാണ്. അപ്പം അതുപോലെ തീരെ കളഞ്ഞാൽ മതി. ഇപ്പം കഴിക്കത്തില്ല. അതുപോലെ എടുത്ത് കളയണം. പിന്നെ ഇത് മാത്രം അരിയുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ അരിഞ്ഞു വയ്ക്കാം. ഒരു ഉമ്മയ്ക്ക് എളുപ്പമുണ്ടല്ലോ. ഉമ്മ അവിടെ ഇല്ല. ഉമ്മയുടെ ഉമ്മയും കൊണ്ട് ഉമ്മയുടെ വീട്ടിൽ പോയതാണ്. ഇത് നല്ല അരിഞ്ഞൊക്കെ നാളെ വെളുത്തുള്ളി ഒളിച്ച് വെക്കാം. ഇപ്പം നാരങ്ങ അരിഞ്ഞൊക്കെ കാണുന്നുണ്ടല്ലോ. എല്ലാം കാണാനൊക്കെ പറ്റുമായിരിക്കും. ഞാനിങ്ങനെയൊന്നുമല്ല വീഡിയോ ഇതിനകത്ത് യൂട്യൂബിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.